മലയും അതിനെ തഴുകി ഒഴുകുന്ന പെരിയാർ പുഴയും ചേർന്ന് അതിർത്തികൾ നിർണ്ണയിക്കുന്ന ഊരാണ് മലയാറ്റൂർ. ആ മലയാറ്റൂരിലേക്കാണ് ഇന്ന് നമ്മൾ പോകുക. AD 52 ഭാരതത്തിലെത്തിയ തോമാശ്ലീഹ മലയാറ്റൂർ മലയിൽ വരികയും ദിവസങ്ങളോളം പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയും ചെയ്തു. കുരിശിൻ്റെ വഴി ചൊല്ലിക്കൊണ്ട് വളരെ ഭക്തിയോടെയാണ് നമ്മളിവിടെ മലയാറ്റൂർ മല കയറുക. ഇവിടെയാണ് പ്രാരംഭ പ്രാർത്ഥന നമ്മൾ ചൊല്ലുക. അതിനുശേഷം പൊന്നും കുരിശ് മുത്തപ്പോ എന്ന് വിളിച്ചുകൊണ്ട് വളരെ ഭക്തിയോടെയും സ്നേഹത്തോടെയും ഈ മലയാറ്റൂർ മല നമ്മൾ കയറി തുടങ്ങും. കടൽ നിരപ്പിൽ നിന്നും 1269 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി വിശ്വാസികൾക്ക് ഒരേപോലെ പ്രിയപ്പെട്ടതാണ്. വത്തിക്കാൻ അംഗീകരിച്ചിട്ടുള്ള ഫ്രാൻസിലെ ലൂർദ് പോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കത്തോലിക്ക അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ. കുരിശിൻ്റെ വഴിയിലെ 14 സ്ഥലങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലങ്ങളിലും മെഴുകുതിരി കത്തിക്കുവാനും നേർച്ചയിടുവാനുമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. കുരിശിൻ്റെ വഴിയിലെ പാട്ടുകളും അതുപോലെ തന്നെ പ്രാർത്ഥനകളും ചൊല്ലി പൊന്നും കുരിശ് മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പ്രാർത്ഥനയും ചൊല്ലി നമ്മൾ മുകളിലോട്ട് കയറിപ്പോകും. ഈ പോകുന്ന വഴികളിൽ നമ്മുടെ ദാഹം അകറ്റുവാനും വിശ്രമിക്കുവാനുമുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. 14 സ്ഥലങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ മാർത്തോമ മണ്ഡപത്തിലേക്കാണ് നമ്മൾ ആദ്യം ചെന്ന് കയറുക. ഈ മാർത്തോമ മണ്ഡപത്തിന് 20 പടികളാണ് ഉള്ളത്. ദക്ഷിണേന്ത്യയിൽ 20 വർഷക്കാലം തോമാശ്ലീഹ ചെയ്ത പ്രേക്ഷിത വേലയെ ഇത് സൂചിപ്പിക്കുന്നു. 2000 ആണ്ടിൽ കൊണ്ടുവന്ന വിശുദ്ധ തോമാശ്ലീഹയുടെ തിരുശേഷിപ്പാണ് ഈ മാർത്തോമ മണ്ഡപത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ഇവിടേക്ക് കയറി വരുന്ന ഭക്തജനങ്ങൾക്ക് കുമ്പസാരിക്കുവാനുള്ള ഒരു വേദി തന്നെ ഇവിടെ ഈ മലയാറ്റൂർ മലയുടെ മുകളിൽ ഒരുക്കിയിട്ടുണ്ട്. കുറച്ചു നേരം ഇരുന്ന് വിശ്രമിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്നിരുന്നവരെ കാണാതായാൽ തീർച്ചയായിട്ടും ഇൻഫോം ചെയ്യുവാനുള്ള സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ആനകുത്തിയ പള്ളി എന്നറിയപ്പെടുന്ന മലയാറ്റൂർ പഴയ പള്ളി AD 1595 സ്ഥാപിക്കപ്പെട്ടതാണ്. 1968 വരെ മലയാറ്റൂർ മല നിബിഡ വനമായിരുന്നു. അന്ന് ആനകൾ കുത്തി ഈ പള്ളിയുടെ പിൻഭാഗത്ത് സാരമായ നാശനഷ്ടങ്ങൾ വരുത്തിയിരുന്നു. ഇന്നും ആ ആനകളുടെ കൊമ്പുകളുടെ പാടുകൾ ആ പള്ളിയുടെ പിൻഭാഗത്ത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതാണ് അത്ഭുത കിണർ. പ്രാർത്ഥനയ്ക്കിടയിൽ വിശുദ്ധ തോമാശ്ലീഹ ദാഹം ശമിപ്പിച്ച സ്ഥലമെന്ന് വിശ്വസിക്കുന്നു. വർഷത്തിൽ 365 ദിവസവും വിശുദ്ധ കുർബാന ഇവിടെയുണ്ട്. പുറത്തുനിന്നും മല കയറി വരുന്ന വൈദികർക്കും ഇവിടെ വിശുദ്ധ കുർബാന ചൊല്ലുവാനായിട്ടുള്ള സൗകര്യം ഒരുക്കിയിട്ടുമുണ്ട്. ഇതാണ് ഗോൾഡൻ ക്രോസ്. വിശുദ്ധ തോമാശ്ലീഹ തൻ്റെ വിരൽ കൊണ്ട് പാറയിൽ കുരിശ് വരച്ച സ്ഥലം. അത് പിന്നീട് സ്വർണ്ണ കുരിശായി പ്രത്യക്ഷപ്പെട്ടു. മലയാറ്റൂർ പള്ളിയിലെ ഏറ്റവും കൗതുകകരമായ കാഴ്ചയിലൊന്നാണ് പാറയിൽ പതിഞ്ഞിരിക്കുന്ന വിശുദ്ധ തോമാശ്ലീഹയുടെ കാൽപാദങ്ങൾ. ഇവിടെ മെഴുകുതിരി കത്തിക്കുവാനായിട്ട് പാടില്ല എന്ന് വ്യക്തമായിട്ട് എഴുതി വച്ചിട്ടുണ്ട്. മലയാറ്റൂർ മലയിലേക്ക് കയറി വരുന്ന ജനസമൂഹങ്ങൾ മലയിൽ ഈ കാൽപാദം കണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മലയുടെ സൈഡിലായിട്ട് ഇരിക്കും. ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ഭംഗിയുള്ള ഒട്ടനവധി കാഴ്ചകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവിടെ അല്പനേരം വിശ്രമിച്ച് അവസാനം നമ്മൾ പൊന്നും കുരിശ് മുത്തപ്പ പൊന്മലയിറക്കം എന്ന് പറഞ്ഞ് ആ മലയാറ്റൂരിൻ്റെ മലയിൽ നിന്നും നമ്മൾ പയ്യെ ഇറങ്ങിത്തുടങ്ങും. ദൈവം അനുഗ്രഹിക്കട്ടെ.